പ്രവചനാതീതമായ റിസൾട്ടുകളാണ് ഈ ബയോട്യൂറിയം എന്ന ദൈവിക സാന്നിധ്യമുള്ള പ്രൊഡക്റ്റ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ലുബിത ബാബു. വെൽക്കം ടു ഈ ബയോട്യൂറിയം സക്സസ് ലൈഫ്. നോക്കൂ, ഈ ബയോട്യൂറിയം ഏതെങ്കിലും ഒരു അസുഖത്തിനുള്ള മെഡിസിൻ അല്ല, മറിച്ച് 220-ൽ പരം ലൈഫ് ഡിസീസസിനുള്ള പ്രതിവിധിയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന് വരുന്ന ഉണർവേകുന്ന മാറ്റം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് അത്തരമൊരു വ്യക്തിത്വത്തിന് ഉടമയായ, ഒന്നിനുപുറകെ ഒന്നായി പലതരം മാരകമായ അസുഖബാധിതയായി കൈവിട്ടു പോകാമായിരുന്ന ജീവിതം പൊരുതി തിരിച്ചു പിടിച്ച ആത്മവിശ്വാസത്തിന്റെ തന്നെ മൂർത്തിഭാവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ധീര വനിത ജെയ്സി തോമസ്. ജെയ്സി മാഡത്തിനെ നമുക്കിന്ന് പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് ജെയ്സി തോമസ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ കല്ലൂർ എന്ന ദേശത്താണ്. ഞാൻ 2020 ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മുട്ടിന് വേദന, കാലുവേദന, നിലത്തിരിക്കാനൊന്നും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ ഡോക്ടർമാരെ കാണിച്ചിരുന്നു, മരുന്നുകൾ കഴിച്ചിരുന്നു, എല്ല് ഡോക്ടറെ കാണിച്ചു. 1 മാസം ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തു. എനിക്ക് ചെയ്യുമ്പോഴും ഗുളിക കഴിക്കുമ്പോഴും കുറവ്, പിന്നെ വീണ്ടും എനിക്ക് വരികയായിരുന്നു. 2006 എനിക്ക് കുടലിൽ ട്യൂമറായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കുടൽ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ട്രീറ്റ്മെൻറ്റുകളൊന്നും മുടങ്ങിയിട്ടില്ല, കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിരുന്നു. പിന്നെ 2015 എനിക്ക് തൈറോയിഡിൻ്റെ ഫങ്ഷൻ വ്യത്യാസം വന്നു, അത് സർജറി ചെയ്യേണ്ടി വന്നു. പിന്നെ 2020 ആയപ്പോൾ യൂട്രസ് ബ്ലീഡിങ് ആയിരുന്നു, തലകറങ്ങി വീഴുക, അങ്ങനെയായപ്പോൾ ബ്ലീഡിങ് കൂടുതലായി. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു അതെടുത്ത് കളയാം, തനിക്ക് മുന്നൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നതാണല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ യൂട്രസും റിമൂവ് ചെയ്തു. ആ ടൈമിലാണ് എനിക്ക് ബ്രസ്റ്റിൽ തടിപ്പുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. ടെസ്റ്റുകൾ ചെയ്തു, FNAC ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണത്, അപ്പോൾ ബ്രസ്റ്റും കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ തൈറോയിഡ് കളഞ്ഞു, ബ്രസ്റ്റ് കളഞ്ഞു, കുടൽ കളഞ്ഞു. ആ സമയത്താണ്, അതിന് ശേഷമാണ് എനിക്ക് വേദനകളൊക്കെ എനിക്ക് കൂടുതലായിട്ടുണ്ടായത്. എൻ്റെ ഹസ്ബൻഡ് തോമസ് നമ്പാടൻ തൃശ്ശൂർ കിങ്സ് ഇലക്ട്രിക്കൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യണത്. ചേട്ടൻ എനിക്ക് എന്തസുഖം വന്നു കഴിഞ്ഞാലും എത്ര രൂപ ചിലവാക്കിയാലും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എന്നെ കൊണ്ടുപോകും. എല്ലാവിധ സപ്പോർട്ടുകളും ചേട്ടൻ എനിക്ക് നൽകിയിരുന്നു. എനിക്ക് എന്നും വയ്യ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഇന്ന് വരെ എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഏത് ഹോസ്പിറ്റലിലേക്കായാലും എത്ര രൂപ ചിലവാക്കിയാലും എന്നെ ചികിത്സിക്കാൻ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലുകൾ മാറി മാറി ഞാൻ നടക്കുകയായിരുന്നു, വേദന സഹിക്കാൻ പറ്റാണ്ട്. പിന്നെ എൻ്റെ 2 മക്കൾ, മോള് കന്യാസ്ത്രീയാണ്, ഇപ്പോൾ BSc നേഴ്സിംഗ് കഴിഞ്ഞു. ആളും ഫുൾ സപ്പോർട്ടാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ മോൻ MBAക്ക് പഠിച്ചു കഴിഞ്ഞു, അവനായാലും എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. 8 വർഷം ഞാൻ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്തത്. പിന്നെ എനിക്ക് തൈറോയിഡിന് സർജറി കഴിഞ്ഞു. പിന്നെ എനിക്ക് അവിടുന്ന് ജോലി നഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നീട് ഞാൻ ഒരു ഫൈനാൻസ് കമ്പനിയിൽ 4 വർഷം ഞാൻ വർക്ക് ചെയ്തു. ആ സമയത്താണ് എനിക്ക് ബ്രസ്റ്റിൽ ക്യാൻസറും പിന്നെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നത്. അതിനുശേഷം എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. 1-2 പ്രാവശ്യം ഞാൻ ജോലി അന്വേഷിച്ച് ചെന്നു, പക്ഷെ എനിക്ക് ലഭിച്ചില്ല. അമ്മയ്ക്കൊക്കെ കൊറോണ വന്ന ഈ സമയത്ത്, പക്ഷെ എൻ്റെ അമ്മ മരിച്ചു. അമ്മയുടെ ആഗ്രഹം ഞാൻ ജീവിക്കണം എന്നായിരുന്നു. അപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഈ വയ്യായത് വരുമ്പോൾ അപ്പം അമ്മേനെയാണ്. 2 അപ്പുറത്തും ബെഡിലാണ് കിടന്നിരുന്നത്. കൊറോണ വന്നിട്ട് ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടേ അമ്മ അപ്പുറത്തും ഞാൻ ഇപ്പുറത്തായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കൂടുതലായി, അമ്മയെക്കാളും കൂടുതൽ എനിക്കായിരുന്നു. പനിയൊക്കെ നല്ല പനി എനിക്കായിരുന്നു, പിന്നെ ഇൻഫെക്ഷൻ കൂടുതൽ എനിക്കായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് ന്യൂമോണിയ വന്നു, അതിലമ്മ പോയി. അപ്പം അമ്മ പറയാൻ എന്നോട് നീ ജീവിക്കണം, കാരണം ഇവിടെ ചേട്ടനും മോനും തന്നെയുള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായത്തിന് ഒരു തുള്ളി വെള്ളം എടുത്ത് കൊടുക്കണമെങ്കിൽ നീ മാത്രമല്ലേ ഉള്ളൂ, അപ്പം നീ ജീവിച്ചോളൂ എന്ന് അമ്മ പറയും.
അപ്പം ഇന്ന് എൻ്റെ അമ്മ ഇല്ലേ. സത്യം പറയല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ക്യാൻസർ രോഗികൾക്ക് കൊറോണ വന്നു കഴിഞ്ഞാല് അത് അവർക്ക് പെട്ടെന്ന് ബാധിക്കുന്ന പറഞ്ഞത്. എത്ര ആൾക്കാർ നമ്മൾക്ക് ഇങ്ങനെ കേട്ടാണ് ക്യാൻസർ അല്ലെങ്കിൽ ഷുഗർ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് അത് ബാധിക്കുന്ന പറഞ്ഞ. അപ്പൊ ഞാൻ ICUലൊക്കെ കിടന്നപ്പോ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് രക്ഷയില്ല. അപ്പൊ എന്റെ അമ്മയ്ക്കും എനിക്കും ഒരുമിച്ചാണ് ഇത് വന്നത്, ഈ കൊറോണ വന്നത്. അമ്മയ്ക്കും ക്യാൻസർ വന്നു കേട്ടോ. അമ്മയും ക്യാൻസർ ട്രീറ്റ്മെന്റിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോ അത് ഞാൻ വിചാരിച്ചു രണ്ടാളും തീരുമാനമായിരുന്നു. പക്ഷെ അപ്പൊ എന്റെ അമ്മ എന്നോട് പറയും, എന്റെ മോള് ഒരു കുഴപ്പമില്ലാണ്ട് വീട്ടിൽ പൊക്കോളോ, എന്റെ മോൾക്കൊന്നും സംഭവിക്കല്ലേ, എന്റെ മോൾക്കൊന്നും സംഭവിക്കല്ലേ. അപ്പോഴും എന്നെ തിരിച്ചിങ്ങോട്ട് വിട്ടിരിക്കാണ്. അപ്പൊ എന്റെ ധാരണ കഴിഞ്ഞു, ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു. അമ്മയും പോയി, അമ്മ പോയി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒന്നുമില്ല, ഇനി എല്ലാം കഴിഞ്ഞു എന്റെ. അതിനുശേഷമാണ് പിന്നെ ഇപ്പൊ ഇങ്ങനെ വേദനകളും വിഷമങ്ങളും. അപ്പൊ ഇവിടെ ഞാനിവിടെ ഒതുങ്ങി കൂടി ഇങ്ങനെ ഇരുന്നിരുന്നത്. ഇപ്പൊ ഞാൻ പുറത്തേക്കൊക്കെ പോവും, ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ഞാൻ ഈ കീമോ ചെയ്ത സമയത്ത് എനിക്ക് കുറെ ഗുളികകളുണ്ട്, 10-12 ഗുളിക ഒരു നേരം. അതായത് കീമോന്റെ ഗുളികയുണ്ട്, പിന്നെ റേഡിയേഷൻ ചെയ്യുന്ന അതിന്റെ വിഷമം ഉണ്ടാവുമ്പോ അതിന്റെ ഗുളികകള്, അതിന്റെ കൂടെയാണ് എനിക്ക് വേദനകൾ ഉണ്ടായിരുന്നത്. അപ്പൊ ആ വേദനയ്ക്ക് ഞാൻ ഇവിടെ വെണ്ടൂര് ഹോസ്പിറ്റൽ കാണിച്ചിരുന്നു, എല്ല് ഡോക്ടറെ കാണിച്ചിരുന്നു, പിന്നെ ഒല്ലൂര് ഹോസ്പിറ്റൽ കാണിച്ചിരുന്നു, അവിടെയും എല്ല് ഡോക്ടറിനെ കാണിച്ചിരുന്നു. അപ്പൊ എനിക്ക് വേദന കൂടുന്നതിനനുസരിച്ച് അവർ പറയും